KTU ആണ് സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. തീർക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ബട്ട് എളുപ്പമല്ല, ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. എന്തായാലും പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ നമുക്ക് ബാക്കി പഠിച്ചു പോവാം. പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത്തിരി എഫേർട്ട് എടുത്ത് പഠിക്കണം. നിങ്ങൾ അഥവാ എക്സാം മാറ്റും എന്നുള്ള രീതിയിലിരിക്കുന്നത് 20-ാം തീയതി 20 ദിവസമേ ഉള്ളൂ, 2-ാം തീയതി എക്സാം എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ബാക്കിയുള്ളത് പിന്നെ അങ്ങോട്ട് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മുടെ ഞാൻ ഇത്തിരി പെട്ടെന്ന് നിങ്ങൾക്ക് പോകും കേട്ടോ, കുറച്ച് സിമ്പിളാക്കും ഇത്. കാര്യം ഞാൻ ഇത്തുകൂടെ കാര്യങ്ങൾ ഡീപ്പായിട്ട് പറഞ്ഞ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാമെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ ഇത്തുകൂടെ അങ്ങ് സിമ്പിളാക്കുവാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു സിംഗിൾ ഡോട്ടർ ആണെങ്കിൽ FN കണ്ടുപിടിക്കുക 1 നോഡ് ഇങ്ങനെ വരും അല്ലേ. സിംഗിൾ ഡോട്ടർ ആണെങ്കിൽ ഇവിടെ എന്ത് വരും ഞാൻ വീണ്ടും പറയുന്നില്ല. 2 റോട്ടർ ആണെങ്കിൽ ഒരു നോഡ് വരും, അപ്പുറം എന്താണ് ഡിഫ്ലക്ഷൻസ് നമ്മൾ ഒരു ഡയറക്ഷനിലും മറ്റൊന്ന് താഴെ ഡയറക്ഷനിലും മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഫ്രീക്വൻസീസ് വേണ്ട എയിലും ബിയിലും ആണ്. അപ്പോൾ FNA കണ്ടുപിടിക്കുക 1/2π/CJ/IA FNB കണ്ടുപിടിക്കുക 1/2π/CJ/IB. അപ്പോൾ 3 റോട്ടർ സിസ്റ്റം. അപ്പോൾ ഇതിൽ IA-LAയും LA-LB കണ്ടുപിടിക്കുക 2 ഇക്വേഷൻസ്, L = LA + LB. ഈ 2 ഇക്വേഷൻ വെച്ച് LA-LB കണ്ടുപിടിക്കുക, ഇതിലിട്ട് കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക. ഇത് രണ്ടും വരച്ച് നോക്കുക. 3 റോട്ടർ ആകുമ്പോഴും അറിയാം നോഡ് ഡയഗ്രാം ഒരെണ്ണം ഇങ്ങനെ വരും, മറ്റേ നമ്മൾ ഇതുവരെ കണ്ടില്ല. അത് 3 റോട്ടർ പറയാം. ഇനി ഇവിടെ ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയിട്ട് IA-LA IC-LC ആണ്. അപ്പോൾ LA = IC/IB അല്ലല്ലോ, IA-LA. അപ്പോൾ ഞാനത് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. ഒരു ആളെ നോക്കിയിട്ടത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കിക്കോളണേ. അപ്പം 2 ഇക്വേഷൻസ്, ഈ 2 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ വന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഞാൻ വേറെ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. 3 റോട്ടർ ആണെങ്കിൽ ഈ 2 ഇക്വേഷൻസ് എങ്ങനെ വന്നു നിങ്ങൾക്ക് അറിയാം. ഇത്രയും സാധനങ്ങൾ അറിയാം, ഇത്രയും എഴുതിയിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് LA-LB കണ്ടുപിടിക്കുന്നു. എന്ത് ചെയ്യുന്നു, 3 ഏതെങ്കിലും ഒരെണ്ണം തീട്ട് കൊടുത്താൽ നമുക്ക് 3-ന് ഒരേ ഫ്രീക്വൻസി ആയിരിക്കും കിട്ടുന്നത്. 3-ൽ ഏതെങ്കിലും ഒരെണ്ണം തീട്ട് കൊടുത്താൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ഷാഫ്റ്റ് ഓഫ് 10.25 മീറ്റർ ലോങ്. അപ്പോൾ ലെന്ത് ഓഫ് ദ ഷാഫ്റ്റ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 95 millimeter in diameter. സോ ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് തന്നിട്ടുണ്ട്. The shaft carries 2 rotors at 2 end. അപ്പോൾ ഇത് ഏത് റോട്ടർ സിസ്റ്റമാണ്? ഇറ്റ് ഈസ് എ 2 റോട്ടർ സിസ്റ്റം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് 3 റോട്ടർ അല്ല, വി ഹാവ് എ 2 റോട്ടർ സിസ്റ്റം. അപ്പോൾ ഒരു 2 റോട്ടർ സിസ്റ്റം നമ്മൾ വരച്ചു. ഇപ്പോൾ 3 റോട്ടർ സിസ്റ്റത്തിൽ ഒറ്റ ഡയമീറ്ററുള്ള ഒരു ഷാഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 2 എൻഡ്സിൽ എന്തുണ്ട്, 2 റോട്ടേഴ്സ് ഉണ്ട്. റോട്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് A എന്ന് പറയുന്ന റോട്ടറും ഒന്ന് B എന്ന് പറയുന്ന റോട്ടറും. ആൻഡ് ദ ഷാഫ്റ്റ് ഈസ് ഹാവിങ് L ഈസ് ഈക്വൽ ടു എത്രയാണ്, 10.25 മീറ്റർ. സോ ദ ലെന്ത് ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ഈക്വൽ ടു 10.25 meter and it is 95 millimeter in diameter. So the diameter of the shaft D is equal to 95 millimeter. The shaft carries 2 rotors at 2 end. The first having a mass of 800 kilogram. That means MA എന്ന് പറയുന്നത് if we have MA is equal to എത്രയാണ്, MA is equal to 800 kilogram and the radius of gyration and 0.85 meter radius of gyration. So KA is equal to എത്രയാണ്, 0.85 meter located at the left end. അപ്പോൾ ലെഫ്റ്റ് എൻഡിലാണ് A എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഹാവിങ് എ മാസ് ഓഫ് റൈറ്റ് എൻഡിലുള്ളത് 600 കിലോഗ്രാം മാസും 0.55 മീറ്റർ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ദാറ്റ് ഈസ് MB ഈസ് ഈക്വൽ ടു ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന മാസ് എന്ന് പറയുന്നത് 600 കിലോഗ്രാം ആണ്. ആൻഡ് 0.55 meter radius of gyration, that is KB is equal to 0.55 meter. Located the other end. Determine the location of the node. We have to find node, frequency of torsional vibration FN, we have to find FN, and C is equal to 80 giganewton into 10⁹ Newton per meter square ജിഗേനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കി. ഇപ്പോൾ 2 റോട്ടർ ആണെങ്കിൽ നമുക്കതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വരയ്ക്കാനായിട്ട് പറ്റും, നമുക്കൊരു നോഡ് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇതൊരു ലെന്ത് മാർക്ക് ചെയ്തു. ഇത് A എന്ന് പറയുന്ന പോയിന്റ്, ഇത് B എന്ന് പറയുന്ന പോയിന്റ്. ഇത് ക്ലോക്ക് വൈസ് ഇറങ്ങുവാണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇറങ്ങി ഇങ്ങനെ ട്വിസ്റ്റിങ് നടക്കും, ടോർഷണൽ വൈബ്രേഷൻ നടക്കും. അപ്പോൾ ഇവിടുത്തെ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്താൽ ഇവിടുത്തെ ബിയിലുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ ഇതായിരിക്കും എൻ്റെ നോഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷൻ ഡയഗ്രാം അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത് ഈ പോയിന്റ് ആയിരിക്കും, മിനിമം ആംപ്ലിറ്റ്യൂഡുള്ള ഈ പോയിന്റ് ആയിരിക്കും അവിടെ നോഡ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ നോഡ് മാത്രമുള്ള ഒരു സിസ്റ്റമാണ് ത്രൂ റോട്ടർ സിസ്റ്റം. അപ്പോൾ എന്നിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് LAയും എന്നിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ LBയും എടുത്തു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് LAയും LB എന്ന് പറയുന്ന ഈ 2 വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസീസിനെ എന്തെഴുതാനായിട്ട് പറ്റത്തുള്ളൂ, ഇക്വേഷൻസ് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഈ നാച്ചുറൽ ഫ്രീക്വൻസീസിൻ്റെ ഇക്വേഷൻ എഴുതുന്നതിന് വേണ്ടിയിട്ട് FNA ഈസ് ഈക്വൽ ടു ഞാൻ എഴുതുന്നു. FNA ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് എന്തായിരുന്നു ഇക്വേഷൻ, CJ/IB
ഐ എ ഇൻറ്റു, അതായത് എ എന്ന് പറയുന്ന പോലെ എ എന്ന് പറയുന്ന റോട്ടറിൻ്റെ ഐ ഇൻറ്റു എൽ എ എന്താണ്, എയിൽ നിന്ന് നോഡിലേക്കുള്ള ഡിസ്റ്റൻസ്, എയിൽ നിന്ന് നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ എ ആണ്. അപ്പോൾ എൽ എ അവിടെ എഴുതുക, അതാണ് എഫ് എൻ എ എന്ന് പറയുന്നത്. എഫ് എൻ ബി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഇത് പുതിയതായിട്ട് കേൾക്കുന്നതല്ലല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നേരത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. സി ജെ ഡിവൈഡഡ് ബൈ ഐ ബി ഇൻറ്റു ബിയിൽ നിന്ന് ആദ്യത്തെ നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ ബി. വി ഹാവ് ടു ഫൈൻഡ് എന്താണ് എൽ എ എൽ ബി. അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ എഴുതുക. അതായത് ഇത് രണ്ടും ഇതാണ്, എഫ് എൻ എ എന്ന് പറയുന്നത് എഫ് എൻ ബി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൽ ഈസ് ഈക്വൽ എൽ എ പ്ലസ് എൽ ബി, രണ്ടാമത്തെ ഇക്വേഷൻ ഇത് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ഡയറക്റ്റ് ഇക്വേഷൻ എടുത്തങ്ങ് ചെയ്യുവാണ്. സോ ഹിയർ ദ ലെന്ത് ഈസ് എൽ ഡോട്ട് എൽ എ പ്ലസ് എൽ ബി വിൽ ബി ഈക്വൽ ടു എൽ. സോ വി ഹാവ് എൽ എ പ്ലസ് എന്താണ് എൽ ബി വിച്ച് ഈസ് ഈക്വൽ ടു L. What is L? What is the length of L? Sorry, what is the value of L? Value of L എന്ന് പറഞ്ഞാൽ 10.25 ആണെന്ന് തന്നിട്ടുണ്ട്. That means LA plus LB which is equal to 10.25 meters. This is equation number 1. The second equation is, ഇത് നിങ്ങൾ ഇതൊക്കെ ഇത് രണ്ട് ഈക്വൽ ആണെന്ന് എഴുതിയിട്ട് വേണം ഇത് ഈ ഒരു സംഭവം എഴുതാനായിട്ട്. ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. വി ഹാവ് എൽ എ ഈക്വൽ ടു, അല്ലെങ്കിൽ ഐ എ എൽ എ ഈക്വൽ ടു ഐ ബി എൽ ബി എന്ന് പറയുന്ന സാധനം. അതായത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ടേംസും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഐ എ എൽ എ ഈക്വൽ ടു ഐ ബി എൽ ബി. So we have IA is equal to IB into LB. We can find LA which is equal to IA അപ്പുറത്ത് കൊണ്ടുപോയി IB divided by IA into എന്തെന്ന് കിട്ടും, LB എന്ന് കിട്ടും. How could you find IA and IB? IA and IB കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, IAയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, IA is equal to MK square, that is M into KA square. So we have MA is equal to 800 kilogram and KA is equal to in meter 0.85 meter. So we have the value of IA which is equal to IAയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് വെച്ചാൽ 578. ചിലപ്പോൾ ഇത് തിരിയാൻ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളേ. മീറ്റർ എന്താണ് സോറി കിലോഗ്രാം, മാസിൻ്റെത് കിലോഗ്രാം, എമ്മിൻ്റെ മീറ്റർ സ്ക്വയർ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഐ ബി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഐ ബി ഈസ് ഈക്വൽ ടു, ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ, ഐ ബി ഈസ് ഈക്വൽ ടു എം ബി ഇൻറ്റു എന്താണ് കെ ബിയുടെ സ്ക്വയർ, അതായത് മാസ് ഓഫ് റോട്ടർ ബി ഇൻറ്റു അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 600 ഇൻറ്റു കെ ബിയുടെ സ്ക്വയർ. കെ ബി എത്രയാണ്, 0.55 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഐ ബി ചെയ്യുമ്പോൾ ഇത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എഴുതി നോക്കുക, 181.5 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഉണ്ട്, അത് രണ്ടും ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് എൽ എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഐ ബി എന്ന് പറയുന്നത് 181.5 ഡിവൈഡഡ് ബൈ ഐ എ എന്ന് പറയുന്നത് 578 ഇൻറ്റു എന്താണ് എൽ ബി എന്ന് പറയുന്ന വാല്യൂ. അവിടെ നിന്ന് എൽ എ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 0.314. ഇത് ചെയ്യുമ്പോൾ 0.314 കിട്ടും, എൽ ബി എന്ന് കിട്ടും. ഈ കിട്ടുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കും. ഈ ഫൈനൽ ആൻസർ അവിടെ ഉള്ളൂ. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എഴുതി ഇക്വേഷൻ നിന്ന് ഇടയ്ക്കുന്നെടുത്ത് എഴുതുന്നതാണ്, ചിലപ്പോൾ മാറിപ്പോയാന്തോ. നോക്കിക്കോളാം, ചെയ്ത് നോക്കുക, ചെയ്തുകൊണ്ട് കാണുന്ന സമയമില്ലേ. അപ്പോൾ എൽ എ ഈസ് ഈക്വൽ ടു ഇത്ര എൽ ബി എന്ന് കിട്ടിയാൽ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇക്വേഷൻ, ഇതെന്താണ് ദ വാല്യൂ ഓഫ് എൽ എ ഇൻ ഇക്വേഷൻ നമ്പർ 1. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എന്താണ് ഇക്വേഷൻ നമ്പർ 2 ഇൻ എന്താണ് 1 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൽ എയുടെ സ്ഥലത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് 0.314 എൽ ബി പ്ലസ് ഇവിടെ എന്തുണ്ട്, ഓൾറെഡി എൽ ബി ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു അപ്പുറത്ത് എന്ത് കിട്ടും, 10.25. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 1.314 എന്തെന്ന് കിട്ടും, എൽ ബി എന്ന് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു 10.25. So from this we have LB is equal to 10.25. ഇതങ്ങ് അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിൽ 1.314. So the answer is LB is equal to 7.806. So we have the value of LB 7.806. So by knowing LB we can find LA from equation number 2. So that is LA is equal to 0.314 LB and LB യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.314 into 7.806. So we have LA is equal to 2.45 meter. ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാൻ കേട്ടോ ഇതിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. എൽ എ എൽ ബി അറിയാമെങ്കിൽ വി ക്യാൻ സിംപ്ലി ഫൈൻഡ് ദ നാച്ചുറൽ ഫ്രീക്വൻസി അറ്റ് പോയിന്റ് എ ബി. രണ്ടും സെയിം ആയിരിക്കും. അതായത് എഫ് എൻ എ ഈക്വൾ ടു എഫ് എൻ ബി എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഏത് ഇക്വേഷൻ എഴുതുന്നത്, ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ഇതിൻ്റെ തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ അതുകൊണ്ട് ഇത് രണ്ട് ഈക്വൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. വി ഹാവ് ടു ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് നോഡ്. സോ വി ഹാവ് ദ പൊസിഷൻ ഓഫ് ദ നോഡ് ബിക്കോസ് എൽ എ ഈസ് ഈക്വൾ ടു എത്രയെന്നുണ്ട്, 2.45 എന്നുണ്ട്. എൽ ബി ഈസ് ഈക്വൾ ടു എത്രയെന്നുണ്ട്, 7.806. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം,
ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ എല്ല് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്തത് എവിടെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് വെച്ചിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ നാച്ചുറൽ ഫ്രീക്വൻസി. സോ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കൂടെ ഞാനിവിടെ തന്നെ എഴുതുന്നു. നാച്ചുറൽ ഫ്രീക്വൻസിന് അപ്പുറത്തെ പേജിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി FNA ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. 1/2π ഇൻറ്റു റൂട്ട് ഓഫ് എന്തായിരുന്നു C ഇൻറ്റു J ഇൻറ്റു, അപ്പോൾ J എന്ന് പറയുന്ന സാധനം നമുക്ക് വേണം അല്ലേ. ജെയുടെ വാല്യൂ എന്താണ്? പൈ d⁻⁴/32. സോ പൈ ഇൻറ്റു വാട്ട് ഈസ് ദ ഡി? d.095 മീറ്റർ d⁻⁴ ഡിവൈഡഡ് ബൈ 32. ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ജെ കണ്ടുപിടിക്കുമ്പോൾ വിൽ ഗെറ്റ് 7.996 ഇൻറ്റു 10⁻⁻6 meter raised to 4. So we have the value of J, and C is equal to 80 into 10⁻⁹. So 80 into 10⁻⁹ into J the value of 7.996 into 10⁻⁻6 ഇതെല്ലാം റൂട്ടിനകത്താണ്. ഡിവൈഡഡ് ബൈ എന്താണ് 578 ഇൻറ്റു എത്ര കിട്ടും? 2.457, and the value of FNA will be equal to 3.38 Hertz. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ ഈ ഒരു സാധനം ചെയ്യാനായിട്ട്? ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ടും വളരെ സ്മൂത്തായിട്ടും സാധനങ്ങളൊക്കെ അങ്ങ് പോയി. നമുക്കിതിൽ കോംപ്ലിക്കേഷൻസ് വരും. ഫസ്റ്റ് കോംപ്ലിക്കേഷൻ ഡൈനാമിക്കലി ഇക്വലൻറ്റ് അല്ലെങ്കിൽ ടോർഷണലി ഇക്വലൻറ്റ് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. അതായത് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ വി ഹാവ് എ ഷാഫ്റ്റ് വിച്ച് ഈസ് ഹാവിങ് യൂണിഫോം ഡയമീറ്റർ. ഒരു യൂണിഫോം ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റാണ് നമുക്കുള്ളത്. ഇഫ് the shaft is not actually having a uniform cross section all over its length, then how could you find the natural frequency of that kind of two rotor or three rotor system? It is very very important. You have to understand very very നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ടോർഷണലി ഇക്വലൻറ്റ് ഇല്ലേ വെയിറ്റ് ഓക്കെ. അപ്പോൾ ടോർഷണലി ഇക്വലൻറ്റ് ഷാഫ്റ്റ് എന്ന് പറയുന്ന സാധനമാണ് ഡൈനാമിക്കലി ഇക്വലൻ്റ് എന്നോ അങ്ങനെയൊക്കെ ചോദിക്കാം. ടോർഷണലി ഇക്വലൻറ്റ് അല്ല, ഡൈനാമിക്കലി ഇക്വലൻ്റ് എന്ന് വരില്ല. ടോർഷണലി ഇക്വലൻറ്റ് ഷാഫ്റ്റ് അല്ലെങ്കിൽ വെറുതെ ഇക്വലൻറ്റ് ഷാഫ്റ്റ് എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടായിരിക്കും ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഇക്വലൻറ്റ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡയമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കേസസിൽ നമുക്ക് ആ ഒരു ഡയമീറ്റർ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കേസസിൽ ആ ഷാഫ്റ്റിനെ ഒരു യൂണിഫോം ഡയമീറ്ററും യൂണിഫോം ക്രോസ് സെക്ഷനും ഉള്ള ഒരു ഷാഫ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. ബട്ട് ആ റിസൾട്ടൻറ്റ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ആ ഇക്വലൻറ്റ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ടോർഷണലി ഇക്വലൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് ദ സെയിം ഡിഫ്ലക്ഷൻ ആസ് ദാറ്റ് ഓഫ് ദ ആക്ച്വൽ ഷാഫ്റ്റ്. ആക്ച്വൽ ഷാഫ്റ്റിൻ്റെ അതേ കൈൻഡ് ഓഫ് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തായിരിക്കണം ഷാഫ്റ്റായിട്ടാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യേണ്ടത്? കൺവേർട്ട് ചെയ്തെടുക്കേണ്ടത്. അതായത് ടോർഷണലി ഈക്വലൻറ്റ് ഷാഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വൺ വിച്ച് ഹാസ് ദ സെയിം ടോർഷണൽ സ്റ്റിഫ്നെസ് ആസ് ദാറ്റ് ഓഫ് ദ ആക്ച്വൽ ഷാഫ്റ്റ്, സോ ദാറ്റ് ഇറ്റ്സ് ട്വിസ്റ്റ് ടു ദ സെയിം എക്സ്റ്റെൻറ്റ് അണ്ടർ എ ഗിവൺ ടോർക്ക് ആസ് ദാറ്റ് ഓഫ് ദ ആക്ച്വൽ ഷാഫ്റ്റ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആക്ച്വൽ മീനിങ് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ നോക്കിയോ, നമുക്കിപ്പം ഒരു ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻസിലുള്ള ഒരു ഷാഫ്റ്റാണ് നമുക്കുള്ളതെന്ന് വെക്കാം. ഇവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു D1 എന്ന് പറയുന്ന ഡയമീറ്റർ. പക്ഷേ ആ D1 എന്ന് പറയുന്ന ഡയമീറ്റർ കുറച്ച് ലെന്തിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പം D1 എന്ന് പറയുന്ന ഡയമീറ്ററാണ്. ഇവിടുത്തെ ദ ഡയമീറ്റർ ഓഫ് ദിസ് ക്രോസ് സെക്ഷൻ ഈസ് ആക്ച്വലി D1. ഇത് D1 എന്ന് പറയുന്ന ഡയമീറ്റർ. ബട്ട് ദ ലെന്ത് എന്ന് പറയുന്നത് L1 എന്ന് പറയുന്ന ലെന്തിൽ D1 ഡയമീറ്ററാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്ക് ഡയമീറ്റർ കുറഞ്ഞിട്ട് അവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായി മാറിയെന്നറിയോ? ദ ഡയമീറ്റർ ബിക്കംസ് D2. അവിടുത്തെ ഡയമീറ്റർ എന്തായി മാറി? D2 ആയി മാറി. അപ്പോൾ ആ D2 ആയി മാറിയപ്പോഴത്തേക്ക് അവിടുത്തെ ലെന്ത് എന്ന് പറയുന്നത് എന്തായി മാറി? L2 എന്ന് പറയുന്ന ലെന്തിൽ ഓവർ ദ ലെന്ത് L2 ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ആക്ച്വലി D2. ഇനി കുറേ കഴിഞ്ഞ് ഇപ്പോൾ L2 കഴിഞ്ഞിട്ട് അടുത്ത ചെന്നപ്പോഴത്തേക്ക് വീണ്ടും ഡയമീറ്റർ എന്ന് പറയുന്നത് വേറൊരു ഡയമീറ്ററായി. ഇപ്പോൾ നമ്മൾ വെക്കുക D3 എന്ന് പറയുന്ന ഡയമീറ്റർ, പിന്നെ കുറച്ച് ലെന്തിലേക്ക് D3 എന്ന് പറയുന്ന ഡയമീറ്ററായി. സോ വി ഹാവ് ദ ഡയമീറ്റർ D3 ഫോർ അല്ലെങ്കിൽ ഓവർ എ ലെന്ത് L3 എന്ന് പറയുന്ന ലെന്തിൽ എന്തായി? D3 എന്ന് പറയുന്ന ഡയമീറ്ററായി. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇനി വീണ്ടും ഉണ്ട്. നമുക്ക് ഇനി ഇപ്പം വീണ്ടും ഡയമീറ്റർ കുറഞ്ഞ് നോക്കാം. നമുക്ക് എത്ര വേണം ഇങ്ങനെ മാറ്റി വരാം. അപ്പോൾ പല ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ലെന്തിൽ വരുന്ന ഒരു ഷാഫ്റ്റ് നമുക്ക് എങ്ങനെ ഒരു 2 റോട്ടർ സിസ്റ്റത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ 3 റോട്ടർ ആയിക്കോട്ടെ അതിനെ നമുക്ക് ടോർഷണലി ഇക്വലൻറ്റ് ഷാഫ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ എന്ത് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 2 എൻസിൽ 2
എന്തുണ്ട്, റോട്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ വെക്കുക. 2 റോട്ടർ സിസ്റ്റമാണ്. ഇപ്പോൾ 2 റോട്ടേഴ്സിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ 3 റോട്ടർ സിസ്റ്റം വന്നാലും നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. കാരണം 2 റോട്ടർ ആദ്യം എടുക്കുക, പിന്നെ അടുത്ത 2 റോട്ടർ എടുക്കുക, എന്നിട്ട് നമുക്ക് ഡൈനാമിക്കലി ഈക്വലന്റ് ഷിഫ്റ്റ് ഡൈനാമിക്കലി ഇന്നേ വരുന്നുള്ളൂ, ടോർഷണലി ഈക്വലന്റ് ഷാഫ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ടോട്ടൽ എന്ന് പറയുന്നത് L1 + L2 + L3 + L4 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് L1 എന്ന് പറയുന്നത് എന്തുണ്ട്, പിന്നെ ഇവിടെ എന്ത് L2 ഉണ്ട്. ഇപ്പോൾ L1 + L2 + L3 + L4 ആണ് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. ബട്ട് ദ ക്രോസ് സെക്ഷൻ ഈസ് ആക്ച്വലി ഡിഫറെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഷാഫ്റ്റിനെ നമ്മൾ ടോർഷണലി ഈക്വലൻ്റ്, ഇതിപ്പോൾ നമ്മുടെ എന്താണ് ആക്ച്വൽ ഷാഫ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ആക്ച്വൽ ഷാഫ്റ്റാണ്. ആക്ച്വൽ ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിത്ത് വേരിയിങ് ഡയമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ക്രോസ് സെക്ഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വിച്ച് ഈസ് ഹാവിങ് അല്ലെങ്കിൽ വിച്ച് ഈസ് ഹാവിങ് വേരിയിങ് ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷാഫ്റ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നതെന്നറിയോ, ഒരു യൂണിഫോം ഡയമീറ്ററുള്ള ഷാഫ്റ്റായിട്ട് ഞാൻ അങ്ങ് മാറ്റുവാണ്. അപ്പോൾ യൂണിഫോം ഡയമീറ്ററുള്ള ഷാഫ്റ്റാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ആ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എനിക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഡയമീറ്റർ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റിന് ഇവിടുത്തെ എന്താണ് മാസ് മൗണ്ട് ഓഫ്, ഇവിടെ ഇപ്പം ഒരു A എന്ന് പറയുന്ന ഒരു റോട്ടറുണ്ട്, ഇവിടെ B എന്ന് പറയുന്ന റോട്ടറുണ്ട്, ഇത് ക്ലോക്ക് വൈസ് ഇറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ A എന്ന് പറയുന്ന റോട്ടർ അത് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ അറ്റത്ത് വരുന്ന സാധനവും എന്ത് തന്നെയായിരിക്കും, ഷാഫ്റ്റ് ഇവിടുത്തെ റോട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ സെയിം ഇവിടുത്തെ A ആണെങ്കിൽ ഇവിടുത്തെ റോട്ടറിനും B തന്നെ ആയിരിക്കും. ആ Aയും B എന്ന് പറയുന്നതിന് കാര്യം ഇവിടുത്തെ മാസ് മൗണ്ട് ഓഫ് ഇനേഷ്യ IA-യും ഇവിടുത്തെ മാസ് മൗണ്ട് ഓഫ് ഇനേഷ്യ IB ആയിട്ട് നിൽക്കും. അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. വരുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്നെന്ന് പറയുന്നത് ഒരു യൂണിഫോം ഡയമീറ്ററായി മാറും. ആ ഡയമീറ്റർ എത്രയെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഇതിനൊരു ഇക്വലൻ്റ് ലെന്ത് കിട്ടും. L എന്ന് പറയുന്ന ഒരു ഇക്വലൻ്റ് ലെന്തിലേക്ക് മാറും. അപ്പോൾ ഈ ഒരു ഇക്വലൻ്റ് ഷാഫ്റ്റ് ഇതെന്ന് പറയുന്നത് ടോർഷണലി ഇക്വലൻ്റ് ഷാഫ്റ്റ് ആണ് എന്ന് ഞാൻ പറയണമെങ്കിൽ, ടോർഷണലി ഇക്വാലൻ്റ് ഷാഫ്റ്റ് ആണ് എന്ന് പറയണമെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഇറ്റ് ഈസ് 1, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ടോർഷണൽ ഇക്വലൻ്റ് ഷാഫ്റ്റ് എന്താണെന്ന് ഞാൻ ആ ഡെഫിനിഷൻ ഒന്നും കൂടി ഇവിടെ എഴുതി പോവാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോവാണ് എ ടോർഷണലി ഇക്വലൻ്റ് ഷാഫ്റ്റ്, എ ടോർഷണലി ഇക്വലൻ്റ് ഷാഫ്റ്റ് ഈസ് 1 which has, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, തിയറി ആയിട്ടും ചോദിക്കാറുണ്ട്, which has the same torsional stiffness. ഇതിൻ്റെ ടോർഷണൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് സെയിം ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ടോർഷണൽ സ്റ്റിഫ്നെസ് സെയിം ആണെങ്കിൽ നമുക്ക് CJ ഒന്നും വ്യത്യാസം വരത്തില്ല അല്ലേ. അതായത് CJ/I എന്ന് പറയുന്ന സാധനം സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ സെയിം മെറ്റീരിയൽ തന്നെയാണ് ടോർഷണൽ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റിഫ്നെസ് സെയിം ആണ്. പിന്നെ അടുത്ത ഇത് മാത്രമല്ല, ഇത് സെയിം ടോർഷണൽ സ്റ്റിഫ്നെസ് ആസ് ദാറ്റ് ഓഫ് ദ എന്താണ് ഒറിജിനൽ ഷാഫ്റ്റ്, ആസ് ദാറ്റ് ഓഫ് ദി ആക്ച്വൽ ഷാഫ്റ്റ്. So that it twists to the same extent under a given torque as that of ആക്ച്വൽ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ഇതിൻ്റെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇവിടെ തരുന്ന ഓരോ ഷാഫ്റ്റിൻ്റെയും ആംഗിൾ ഓഫ് ട്വിസ്റ്റിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ ഇവിടെ ഡയമീറ്റർ ക്രോസ് സെക്ഷൻ വ്യത്യാസമായതുകൊണ്ട് ഓരോന്നിനും ഓരോ ആംഗിൾ ഓഫ് ട്വിസ്റ്റുകളും ഓരോ ഡയമീറ്റേഴ്സും ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നു ലെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൻ്റെ ഒരു കൺക്ലൂഷൻ വേണം. എങ്ങനെയാണ് നമുക്കിതിൻ്റെ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാൻ വേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയമീറ്റർ എത്രയെന്നും ഇതിൻ്റെ L എത്രയെന്നും അറിയണം. അതായത് ഇവിടുത്തെ ഡയമീറ്റർ D1 D2 D3 D4 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡയമീറ്റർ എത്ര, ഇവിടുത്തെ L1 L2 L3 L4 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന L രണ്ടിൻ്റെയും തീറ്റ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമുക്ക് അവിടെ ആ ടോട്ടൽ ലെന്തും ടോട്ടൽ ഡയമീറ്ററും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നു ലെറ്റ് D1, D2, D3 and D4 are is equal to the diameters of എന്താണ് the lens, the diameters of the lens L1, L2,
L3 and L4. അപ്പോൾ L1, L2, L3, L4ൻ്റെ ഡയമീറ്റേഴ്സ് ആണ് നമ്മളെന്ന് പറഞ്ഞാൽ D1, D2, D3 ആൻഡ് D4 ആൻഡ് ഇറ്റ് ഈസ് ഇൻ എന്താണ് മീറ്റേഴ്സ് ആണെന്ന് വെക്കുക. ഇനി ഇതിന് ഓരോ ഷാഫ്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് θ1 ആംഗുലാർ ഡിഫ്ലക്ഷൻ, ഇത് θ2, ഇത് θ3, ഇത് θ4 എന്ന് ഞാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലെറ്റ് θ1, θ2, θ3 ആൻഡ് θ4 ആർ ഈക്വൽ ടു ദ ആംഗിൾസ് ഓഫ് എന്താണ് ദ ആംഗിൾസ് ഓഫ് ട്വിസ്റ്റുകളെന്ന് ഞാൻ പറയുന്നു. ആംഗിൾസ് ഓഫ് ട്വിസ്റ്റ് ഫോർ ദി ലെങ്ത്, ആംഗിൾസ് ഓഫ് ട്വിസ്റ്റ് ഫോർ ദ ലെങ്ത് എന്തൊക്കെയാണ്? L1, L2, L3 ആൻഡ് L4 റെസ്പെക്റ്റീവ്ലി എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പറയുന്നത് എന്തിലായിരിക്കും? റേഡിയനിലായിരിക്കും. അപ്പോൾ ഡയമീറ്റേഴ്സും പറയുന്ന മീറ്ററിലാണ്, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പറയുന്നത് റേഡിയനിലാണ്. ഇനി തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ടോർക്ക്, ഇവിടെ അപ്ലൈ ചെയ്യുന്ന ടോർക്ക് ടി ആണെന്ന് വെക്കാം. അവിടെ കൊടുക്കുന്ന ടോർക്ക് ടി ആണ്. അപ്പോൾ ടി എന്ന് പറയുന്ന ടോർക്കാണ് അവിടെ റോട്ടേഴ്സിനുള്ളതെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും ദ ടോട്ടൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് അണ്ടർ ദ അപ്ലൈഡ് ടോർക്ക്, അണ്ടർ ദി അപ്ലൈഡ് ടോർക്ക് ടി എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം തീറ്റ എന്ന് പറയുന്നത് അതും എന്തിലായിരിക്കും? റേഡിയനിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടിയെങ്കിൽ ഈ ഓരോ ഷാഫ്റ്റിനും പോളാർ മൗണ്ട് ഓഫ് ഇനേഷ്യാസ് ഉണ്ട്. അതിൽ D1ൻ്റെ പോളാർ മൗണ്ട് ഓഫ് അതിൻ്റെ ഡയമീറ്റർ J = πd⁴/32 അല്ലേ. അപ്പോൾ ഡയമീറ്റർ മാറുമ്പോഴത്തേക്ക് ഈ ഓരോ സെക്ഷൻസിനും ക്രോസ് സെക്ഷൻസിനും ഓരോ പോളാർ മൗണ്ട് ഓഫ് ഇനേഷ്യ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യണം. ലെറ്റ് J1, J2, J3 ആൻഡ് J4 ആർ ഈക്വൽ ടു ദ പോളാർ മൊമെൻറ്റ്സ്, ഓഫ് എന്താണ്? ഇനേർഷ്യ. പോളാർ മൗണ്ട് ഓഫ് ഇനേർഷ്യ ആണ് നമ്മൾ പറയുന്നത് ഫോർ ദി ഷാഫ്റ്റ്, ബാക്കിയൊന്നും എഴുതുന്നില്ല. അപ്പോൾ ഫോർ ടോർഷണൽ ഈക്വലന്റ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് സിൻസ് ദ ടോട്ടൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഈസ് ദ സം ഓഫ് ദി ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത്സ്. ഇപ്പോൾ ടോട്ടൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് തീറ്റ ആണല്ലോ. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് മസ്റ്റ് ബി ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഓഫ് എന്താണോ എല്ലാത്തിൻ്റെയും കൂടെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് θ1 പ്ലസ് θ2 പ്ലസ് θ3 പ്ലസ് θ4. അപ്പോൾ നമ്മൾ ബൈ ഡെഫിനിഷൻ വി ഹാവ് so that it twists to the same extent under the given torque so that the actual shaft, അതായത് ആക്ച്വൽ ഷാഫ്റ്റിൻ്റെ ഗിവൺ എക്സ്റ്റെൻഡിലുള്ള ഒരു എന്ത് വേണം? ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഷാഫ്റ്റിനെയാണ് നമ്മൾ എന്തെന്നായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഈ ഒരു സിസ്റ്റത്തിൻ്റെ ടോർഷണൽ ഈക്വലന്റ് ഷാഫ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. therefore for finding the total angle of twist we have to add എന്താണ്? ഓരോന്നിനും ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ട്വിസ്റ്റ് θ1, θ2, θ3, θ4 എന്ന് പറയുന്ന സാധനം നമ്മൾ ആഡ് ചെയ്തു. അപ്പം അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് തീറ്റയ്ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാനായിട്ട് പറ്റണം. തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകുന്നു. നമ്മൾ ടോർഷണൽ വൈബ്രേഷൻസിൽ ടോർഷണൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം. തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇവിടെ നിന്ന് θ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ടിയും കൂടെ അങ്ങ് മോളിൽ പോയി കഴിഞ്ഞാൽ എൽ അങ്ങ് മോളിൽ പോകും അല്ലേ. ടി ഇൻറ്റു എല്ലാവും ഡിനോമിനേറ്ററിൽ ഇവിടെ T/J ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ എൽ അങ്ങ് മോളിൽ പോവും, സി ഇങ്ങ് താഴെ വരും. അപ്പോൾ TL/J × C എന്ന് പറഞ്ഞൂടെ. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റയ്ക്ക് വരാൻ നമുക്ക് എന്ത് കൊടുക്കാം? ടി ഇൻറ്റു എന്താണ് ദ ലെന്ത് ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ ടി ഇൻറ്റു എൽ എന്ന് പറയുന്നത് നമ്മൾ പുതിയ ഇക്വലന്റ് ഷാഫ്റ്റിൻ്റെ ലെന്ത് ആയിട്ട് എടുത്തു, ഡിവൈഡഡ് ബൈ എന്താണ് J × C. അപ്പോൾ ഈ ഈക്വലന്റ് ഷാഫ്റ്റിൻ്റെ പോളാർ മൗണ്ട് ഓഫ് ഇനേഷ്യ ആണ് J. C എന്ന് പറയുന്നത് ഈ സെയിം രണ്ടിനും സെയിം ആണ്, സെയിം ഷാഫ്റ്റ് മെറ്റീരിയൽ ആണ്. therefore C will be remaining സെയിം, സ്റ്റിഫ്നെസ് സെയിം ആയതുകൊണ്ട് സിയും സെയിം തന്നെ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് പറ്റും? θ1 ഇത്ര ഒരു സ്ഥലം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടോർക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ടോർക്ക്, ഇവിടുത്തെ ടോർക്ക് എത്രയാണോ ആ ടോർക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം ഇവിടെയും ആ ടോർക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ടോർക്ക് സെയിം ആയിട്ട് നിൽക്കും. ബട്ട് വി ഹാവ് ഡിഫറെൻറ്റ് ലെന്ത്. ഇവിടുത്തെ ഈ ഒരു ഷാഫ്റ്റിനെ മാത്രം കണ്ടുപിടിക്കുമ്പോൾ ലെന്ത് എത്ര? L1 ഡിവൈഡഡ് ബൈ അവിടുത്തെ പോളാർ മൗണ്ട് ഓഫ് ഡയമീറ്ററിനനുസരിച്ച് മാറുന്ന സാധനമാണല്ലോ പോളാർ മൗണ്ട് ഓഫ് ഇനേഷ്യ. therefore J എന്ന് പറയുന്നതിന് വരാൻ J1 കൊടുക്കണം. ഷാഫ്റ്റ് മെറ്റീരിയൽ സെയിം ആയതുകൊണ്ട് C തന്നെ കൊടുക്കാം. പ്ലസ് പിന്നെ അടുത്ത ഈ ഒരു ക്രോസ് സെക്ഷൻ വരുമ്പോൾ T ഇൻറ്റു എന്ത് വരും? θ2 എന്ന് പറഞ്ഞ ഈ ഒരു സാധനത്തിൻ്റെയാണ് T ഇൻറ്റു അവിടുത്തെ ലെന്ത് L2 ഡിവൈഡഡ് ബൈ J2 × C പ്ലസ് അടുത്ത θ3 വരുമ്പോഴത്തേക്ക് ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ T ഇൻറ്റു എന്താണ് L3 അവിടുത്തെ ലെന്ത് L3 ഡിവൈഡഡ് ബൈ J3 × C പ്ലസ് θ4 ആകുമ്പോൾ T ഇൻറ്റു എന്താണ് അവിടുത്തെ ലെന്ത് L4 ഡിവൈഡഡ് ബൈ J4 × C. ഇത്രയും കാര്യങ്ങളായി. അപ്പോൾ ഇവിടെ നിന്ന് T/C എന്ന് പറയുന്നത് എല്ലാ സാധനത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ L ഡിവൈഡഡ് ബൈ Jക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. π/2
32d⁴, അതായത് ഇവിടെ ഇക്വലന്റ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററാണ് ഞാൻ ഇടുന്നത്, d⁴ കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു L1 ഡിവൈഡഡ് ബൈ J1. J1 എന്ന് പറയുന്നത് എന്താണ്? π/32 ഇൻറ്റു d⁴, അതായത് J1 എന്ന് പറയുന്നത് ഇതിൻ്റെ അല്ലേ, ഈ ഒരു ഷാഫ്റ്റിന്. അപ്പോൾ അവിടുത്തെ ഡയമീറ്റർ തന്നെ കൊടുക്കണം d⁴ പ്ലസ് L2 ഡിവൈഡഡ് ബൈ π/32 d⁴ പ്ലസ് L3 ഡിവൈഡഡ് ബൈ π/32 d⁴ പ്ലസ് L4 ഡിവൈഡഡ് ബൈ π/32 d⁴. ഇത്രയും കാര്യങ്ങളായല്ലോ. ഇവിടുന്ന് π/32 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 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വെട്ടിക്കളയാം. പിന്നെ ബാക്കിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ L/d⁴ അല്ലേ, ദറ്റ് ഈസ് L/d⁴ ഈസ് ഈക്വൽ ടു L1 ഡിവൈഡഡ് ബൈ d⁴ പ്ലസ് L2 ഡിവൈഡഡ് ബൈ d⁴ പ്ലസ് L3 ഡിവൈഡഡ് ബൈ d⁴ പ്ലസ് L4 ഡിവൈഡഡ് ബൈ d⁴ എന്ന് പറയുന്ന സാധനമുണ്ട്. നൗ ഡി എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എങ്ങനെ എഴുതാം? L ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഡി എന്ന് പറയുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയി, ദാറ്റ് ഈസ് L1 ഇൻറ്റു, അതായത് ഇവിടെ d⁴ ബൈ d⁴ എന്ന് വരൂലേ, അതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു d/d⁴ പ്ലസ് പിന്നെ അടുത്തെന്താണ് L2 ഡിവൈഡഡ് ബൈ d⁴, അതായത് ഇപ്പോൾ L2 ഇൻറ്റു എന്ത് വരും? d/d⁴ എന്ന് പറയും. ഈ d⁴ എല്ലാത്തിലും മൾട്ടിപ്ലൈ ചെയ്യണം, കാര്യം കോമൺ അല്ലേ, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് എഴുതണം. ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നില്ല, ഞാൻ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തങ്ങ് എഴുതുക, എല്ലാത്തിലും മൾട്ടിപ്ലൈ ചെയ്തങ്ങ് എഴുതുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി. അപ്പോൾ പ്ലസ് L3 ഇൻറ്റു അവിടെ എന്താ വരുന്നത്? L3 ഇൻറ്റു d⁴ ഡിനോമിനേറ്റർ ഉണ്ട്, d⁴ ആകുമ്പോൾ എന്താണ് d⁴ പിന്നെ അടുത്തതാണ് L4 ഇൻറ്റു നമുക്ക് എന്ത് വരും? L4 ഇൻറ്റു d/d⁴ ആണല്ലോ. ഇനി ഡിക്ക് എനിക്കൊരു ഇവിടെ അൺനോൺസ് എന്ന് പറഞ്ഞാൽ L1 d1 അറിയാം, L2 d2 അറിയാം, L3 d3 അറിയാം, L4 d4 അറിയാം. ലെറ്റ് d ഈസ് ഈക്വൽ ടു d1. അപ്പോൾ നോർമലി നമ്മൾ എടുക്കുന്നത്, നോർമലി നമുക്ക് ഏത് വേണോ എടുക്കാം, കൺസെപ്റ്റിൽ അങ്ങനെ ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ഡയമീറ്റർ, ഇവിടുത്തെ ഡയമീറ്റർ d1 ആണെങ്കിൽ ആ ഡയമീറ്റർ d ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെന്ന് എടുക്കുന്നു? d1 എന്ന് എടുക്കുന്നു. അപ്പോൾ d ഈസ് ഈക്വൽ ടു d1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇവിടെ d1 കൊടുത്തു കഴിഞ്ഞാൽ L ഈസ് ഈക്വൽ ടു L1 ഇൻറ്റു നമുക്ക് എന്തെന്ന് വരും? d1/d1 പ്ലസ് L2 ഇൻറ്റു നമുക്ക് എന്ത് വരും? d1/d2 പ്ലസ് L3 ഇൻറ്റു ഇവിടെ എന്ത് വരും? d1/d3 പ്ലസ് L4 ഇൻറ്റു d1/d4. So we have this kind of equation. ഇവിടെ d1 നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം, പക്ഷേ ഞാനത് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നു. കാര്യം ആ ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ മര്യാദയ്ക്ക് നോക്കിയിരുന്നാൽ മാത്രമേ ഇത് പിടികിട്ടത്തുള്ളൂ. അതെന്തുകൊണ്ട്? അത് കാര്യം നമ്മളിപ്പോൾ കാണാൻ പഠിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ d2 വേറെ വല്ല വാല്യൂ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരത്തില്ലേ? നമുക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? L ഈസ് ഈക്വൽ ടു L1 പ്ലസ്, കാര്യം ഇത് രണ്ടും വെട്ടിപ്പോയില്ലേ, L2 ഇൻറ്റു d1/d2 എന്ന് വരും. L3 ഇൻറ്റു എന്ത് വരും? d1/d3 എന്ന് വരും. പ്ലസ് L4 ഇൻറ്റു d1/d4 വരും. So this is the equation for finding the equivalent length of അല്ലെങ്കിൽ the length of torsionally equivalent shaft which is having the diameter equal to d1. ഡയമീറ്റർ d1. അപ്പോൾ ഇതാണ് ഇക്വലൻ്റ് ലെന്തിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇത് വളരെ വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് ആക്ച്വലി ചെയ്യേണ്ട പരിപാടി എന്നറിയോ? നമ്മളൊരു ഡയമീറ്റർ മാറി വന്ന സാധനമാണെങ്കിൽ ഈ ഒരു സംഭവം എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ d1 ടു d4 വരെ ഉള്ളതുകൊണ്ടാണ് ഇത്. ഇപ്പോൾ d5 കൂടെ വന്നിരുന്നെങ്കിൽ ആ L5 പ്ലസ് L5 ഇൻറ്റു d1/d5 കൂടെ വന്നേ. ഇപ്പോൾ ഈ d4 ഇല്ലായിരുന്നെങ്കിലോ നമുക്ക് ഇതുവരെ ഉണ്ടാകത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ പുതിയൊരു ലെന്തും ആ ഒരു ഡയമീറ്ററും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ സെയിം ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങ് മാറിയില്ലേ? ഇത് യൂണിഫോം ഡയമീറ്റർ ഉള്ള ഒരു പർട്ടിക്കുലർ ലെന്ത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയില്ലേ? ആ ക്വസ്റ്റ്യൻ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന പ്രൊസീജിയർ അതേപടി റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടത്തില്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോർഷണലി ഈക്വലൻ്റ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡയമീറ്റർ വേരി ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ടോർഷണലി ഈക്വലൻ്റ് ഷാഫ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊസിഷൻ ഓഫ് നോഡ് ഇൻ ടോർഷണലി ഈക്വലൻ്റ് ഷാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. സോ സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. സോ we have our university question here.
എ ഷാഫ്റ്റ് ഓഫ് 1.6 മീറ്റർ ലോങ്. ഒരു ഷാഫ്റ്റിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 1.6 ആണ്. വിച്ച് ഈസ് ഹാവിങ് 95 മില്ലിമീറ്റർ ഇൻ ഡയമീറ്റർ ഫോർ ദ ഫസ്റ്റ് 0.6 മീറ്റർ ഓഫ് ഇറ്റ്സ് ലെന്ത്. അതായത് ആദ്യത്തെ 0.6 മീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 95 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ഒരു 95 ഡയമീറ്റർ വരുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു 0.6 ഇതിൽ. അപ്പം D1 എന്ന് പറയുന്നത് 95 ആണ്. അതിൻ്റെ 0.6 മീറ്റർ ലെന്ത് ഞാൻ എന്ത് ചെയ്തു? വരച്ചിട്ടു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പറഞ്ഞിരിക്കുന്നത് 60 മീറ്റർ ഇൻ ഡയമീറ്റർ ഫോർ ദ നെക്സ്റ്റ് 0.5. അപ്പോൾ അടുത്തൊരു 0.5 മില്ലിമീറ്റർ ലെന്ത് വരുമ്പോഴത്തേക്ക് ആ 0.5 മീറ്റർ ലെന്തിൽ 60 മില്ലിമീറ്റർ ഡയമീറ്റർ ആണ്. അപ്പോൾ 95 ഇല്ല, അതിനെക്കാട്ടി കുറഞ്ഞ് എത്രയായി? 60 മില്ലിമീറ്റർ ഡയമീറ്ററിലാണ് അത് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് D2 എന്ന് പറയുന്നത് എത്രയാണ്? 60 മില്ലിമീറ്റർ ആണ്. ഓക്കെ, ഇനി ആൻഡ് 50 മില്ലിമീറ്റർ ഡയമീറ്റർ ഇൻ ദ റിമൈനിങ് ലെന്ത്. അപ്പോൾ മൊത്തത്തിൽ 1.6 മീറ്റർ ആണ്. 1.6 ആണെങ്കിൽ 0.6 പ്ലസ് 0.5 എന്ന് പറഞ്ഞാൽ 1.1 ആയി. പിന്നെ ബാക്കിയുള്ളത് റിമൈനിങ് ലെന്ത് എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ്. അപ്പോൾ 0.5 മീറ്റർ ബാക്കിയുണ്ട്. ആ 0.5 മീറ്ററിൽ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ അതിനെക്കാട്ടി വീണ്ടും കുറഞ്ഞു. ദ ഡയമീറ്റർ ബിക്കം 50. D3 ഈസ് ഈക്വൽ ടു എത്രയായി മാറി? 50 മില്ലിമീറ്റർ ആയി മാറി. അത് വെച്ച് റിമൈനിങ് ലെന്ത് തീർന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഷാഫ്റ്റ്? ഇതിന് ഇത്രയും ഡയമീറ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ദ ഷാഫ്റ്റ് ക്യാരീസ് 2 റോട്ടേഴ്സ് അറ്റ് 2 എൻഡ്സ്. അപ്പോൾ 2 റോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഷാഫ്റ്റിൻ്റെ ഒരു എൻഡിൽ ഞാനൊരു റോട്ടർ, അപ്പോൾ 2 റോട്ടർ സിസ്റ്റം ആണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു എൻഡിൽ ഒരു റോട്ടർ വരച്ചു, അടുത്ത എൻഡിൽ ഞാൻ എന്ത് ചെയ്തു? അടുത്ത റോട്ടറും എന്ത് ചെയ്തു? വരച്ചിട്ടു. അപ്പോൾ വി ഹാവ് എ 2 റോട്ടർ സിസ്റ്റം. So 2 ends, the first having a mass of 800 kilogram, that is MA is equal to എത്രയാണ്? 800 kilogram. That is, this is the rotor A, this one is the rotor B, and 0.85 meter radius of gyration, that is KA എന്ന് പറയുന്നത് എത്രയാണ്? 0.85 meter എന്ന് പറഞ്ഞു. ആൻഡ് ലൊക്കേറ്റഡ് അറ്റ് ദ 95 മില്ലിമീറ്റർ ഡയമീറ്റർ എൻഡ്. അപ്പോൾ 95 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള എൻഡ് എന്ന് പറയുന്നത് ഏത് എൻഡാണ്? ഈ ലെഫ്റ്റ് എൻഡാണ്. അപ്പോൾ ലെഫ്റ്റ് എൻഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഹാവിങ് എ മാസ് ഓഫ് 600 കിലോഗ്രാം. സെക്കൻഡ് 600 കിലോഗ്രാം ആണ് മാസ്. അപ്പോൾ NB എന്ന് പറയുന്നത് എത്ര കിട്ടും? 600 കിലോഗ്രാം എന്ന് കിട്ടും. ആൻഡ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് 0.55. ദാറ്റ് ഈസ് KB എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.55 മീറ്റർ എന്ന് കിട്ടും. Radius of gyration at the other end. Determine the location of the node and the natural frequency of torsional vibration of the system. Take C equal to, we have C equal to 80 into 10 raised to 9 Newton per meter square. ജഗാ ന്യൂട്ടനെ Newton meter square ആക്കി. അപ്പോൾ ഇതിനെ ടോർഷണൽ ഈക്വലന്റ് ഷാഫ്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് കൺവേർട്ട് ചെയ്യേണ്ടേ, എന്നിട്ടല്ലേ നമുക്ക് നോട്ട് ഡയഗ്രവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഇൻ ടു എന്താണ്? ടോർഷണലി ഈക്വലന്റ് ഷാഫ്റ്റ്. അപ്പോൾ ടോർഷണലി ഈക്വലന്റ് ഷാഫ്റ്റേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഫിഗർ എല്ലാം ഇവിടെ വരയ്ക്കാം. അപ്പം കാൽക്കുലേഷൻ ഇവിടെ ചെയ്യുന്നു. സോ എന്താണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ട സാധനം എന്ന് പറയുന്നത് ആക്ച്വൽ ഷാഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ലെന്ത് ഓഫ് ഇക്വലന്റ് ഷാഫ്റ്റ് അസ്യൂമിങ് ഡയമീറ്റർ. ഏതെങ്കിലും ഒരു ഡയമീറ്റർ ഇക്വലന്റ് ഷാഫ്റ്റിന് ഡയമീറ്റർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡയമീറ്റർ ഞാൻ D1 തന്നെ എടുക്കുന്നു. ഇവിടെ 95 മില്ലിമീറ്റർ തന്നെ എടുക്കുന്നു. അപ്പോൾ എന്താണ് വി ഹാവ് ടു ഫൈൻഡ് എന്താണ്? ഈക്വലന്റ് അല്ലേ? വി ഹാവ് ടു ഫൈൻഡ് ഈക്വലന്റ് ഷാഫ്റ്റ് assuming its diameter D1 is equal to 95 മില്ലിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ D1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയെന്ന് എടുത്ത് അസ്യൂം ചെയ്തു? 95 മില്ലിമീറ്റർ എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുന്ന Lൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതാനായിട്ട് പോവാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് L1, ഈ ഒരു ലെന്ത് L1, ഈ ഒരു ലെന്ത് L2, ഈ ഒരു ലെന്ത് L3 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജനറലൈസ് ചെയ്ത് ഞാൻ പറയുവാണ് D1 എടുത്ത് എഴുതിയാലും നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഏത് ഡയമീറ്റർ ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് ഡിവൈഡഡ് ബൈ നമ്മൾ എടുക്കുന്ന ഡയമീറ്റർ ദ ഹോൾ റൈസ് ടു 4. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഒരു ലെന്തിനെ L1 എന്ന് പറയുന്ന ലെന്തിനെ ഞാൻ ഇക്വലന്റ് ലെന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ L1നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ എടുക്കാൻ പോകുന്ന ഇവിടെ ഒരു ഇക്വലന്റ് ഷാഫ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇക്വലന്റ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചു. ആ ഇക്വലന്റ് ഷാഫ്റ്റിൻ്റെ ലെന്ത് സാധാരണ നോർമലി നമുക്ക് തന്നിരിക്കുന്ന ഷാഫ്റ്റിൻ്റെ ലെന്തിനെക്കാട്ടി കൂടുതലായിരിക്കും. അപ്പോൾ ഇക്വലന്റ് ഷാഫ്റ്റിൻ്റെ ഈ റോട്ടേഴ്സ് എയും ബിയും എന്നൊക്കെ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഇവിടുത്തെ ടോർക്ക് എത്രയാണോ ആ ടോർക്ക് തന്നെയാണ് ഇവിടുത്തെയും ടോർക്ക്. അപ്പോൾ രണ്ടിനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടോർക്കാണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തു.
ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡയമീറ്റർ ഡി എന്ന് പറയുന്നത് എത്രയാണെന്ന് എടുത്തു, D1 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 95 മില്ലിമീറ്റർ ആയിട്ട് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ L1നെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ L1 ഇൻറ്റു ഇവിടുത്തെ ഡയമീറ്റർ എത്രയാണ് D1 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡയമീറ്റർ എത്ര D1 ദ ഹോൾ റൈസ് ടു 4 പ്ലസ് അടുത്ത L2നെ കൺവേർട്ട് ചെയ്യുമ്പം L2 ഇൻറ്റു ഇവിടുത്തെ ഡയമീറ്റർ എത്ര D1 ഡിവൈഡ് ബൈ ഈ L2ൻ്റെ ആക്ച്വൽ ഡയമീറ്റർ എത്ര D2 ദ ഹോൾ റൈസ് ടു 4 പ്ലസ് പിന്നെ അടുത്ത L3നെ കൺവേർട്ട് ചെയ്യുമ്പം L3 ഇൻറ്റു ഇവിടുത്തെ ഡയമീറ്റർ എത്രയാണ് D1 ഡിവൈഡ് ബൈ ഇവിടുത്തെ ആക്ച്വൽ ഡയമീറ്റർ എത്ര D3 ദ ഹോൾ റൈസ് ടു 4. അവിടെ നിന്ന് L ഈസ് ഈക്വൽ ടു L1 ഇൻറ്റു D1 ബൈ D1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 95 ഡിവൈഡ് ബൈ ഇവിടുത്തെ 95 ദ ഹോൾ റൈസ് ടു 4. ഇത് മില്ലിമീറ്ററിലായിരിക്കും കിട്ടുന്നത്, 95 മീറ്ററിൽ കൊടുക്കാം. 0.095 ഓക്കെ ദ ഹോൾ റൈസ് ടു 4 പ്ലസ് L2 ഇൻറ്റു എന്താണ് ഒന്നുകൂടെ ഏതാണ് വൃത്തിയായി L ഈസ് ഈക്വൽ ടു L1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തില്ലല്ലോ. L1ൻ്റെ വാല്യൂ എത്രയാണ് 0.6 മീറ്റർ. 0.6 ഇൻറ്റു D1 ബൈ D1ൻ്റെ മീറ്ററിനുള്ള വാല്യൂ 0.095 ഡിവൈഡ് ബൈ ഇവിടുത്തെ D1 എന്ന് പറഞ്ഞാൽ 0.095. നിങ്ങൾ വിചാരിക്കും ഇത് എഴുതുന്നത് എന്തിനാണെന്ന്, കാര്യം പിന്നീട് മനസ്സിലാക്കിക്കോളും. ദ ഹോൾ റൈസ് ടു 4 പ്ലസ് L2 ഇൻറ്റു L2 എന്ന് പറഞ്ഞാൽ എത്ര 0.5 ഇൻറ്റു എത്രയാണ് ഇവിടുത്തെ D1 ബൈ D2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.095 ഡിവൈഡ് ബൈ D2 എത്രയാണ് 0.06 മില്ലിമീറ്ററിലല്ലേ പറഞ്ഞേക്കുന്നത്, ആണല്ലോ മില്ലിമീറ്റർ. ദ ഹോൾ റൈസ് ടു 4 പ്ലസ് എന്താ L3 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ 0.5 ഇൻറ്റു ഇവിടുത്തെ ഡയമീറ്റർ എത്ര D1 0.095 ഡിവൈഡ് ബൈ ഇവിടുത്തെ ഡയമീറ്റർ എത്ര 0.05 the whole raised to 4. So we have the value of L equal to 10.258 meter. So value of I 10 എന്ന് L എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ Lൻ്റെ വാല്യൂ നമ്മൾ എടുത്ത് എഴുതി L ഈസ് ഈക്വൽ ടു 10.258 മീറ്റർ എന്നെടുത്ത് എഴുതി. അപ്പോൾ അത് അത്രയായി. നെക്സ്റ്റ് ഇനി അടുത്ത അറിയേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ IA-യും IB ആണ്. വി ഹാവ് ടു ഫൈൻഡ് IA ആൻഡ് IB. IA ഈസ് ഈക്വൽ ടു MA ഇൻറ്റു KA². ചിലപ്പോൾ ഡയറക്റ്റ് തന്നിരിക്കും, ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇല്ല. MA എന്ന് പറയുന്നത് 800 ആണ്, ഇൻറ്റു KA എന്ന് പറഞ്ഞാൽ 0.85 ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് IAയുടെ വാല്യൂ എന്ന് പറയുന്നത് 578 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നെക്സ്റ്റ് IB കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് MB ഇൻറ്റു എന്ത് ചെയ്യുക KB സ്ക്വയർ ചെയ്യുക, അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 600 ഇൻറ്റു എത്രയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ 0.55 ആണ്, അതിൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു വാല്യൂ 181.5 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. സോ വി ഹാവ് ടു വാല്യൂസ് ഓഫ് IA ആൻഡ് IB. അപ്പോൾ IA IB നമ്മളിവിടെ ഇട്ടു, ഇത് തന്നെയാണ് അവിടുത്തെ വാല്യൂ IA ആൻഡ് എന്താണ് IB. നമുക്ക് IA അറിയാം, IB അറിയാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ നോട്ട് ഡയഗ്രാം വരയ്ക്കണം. നോട്ട് ഡയഗ്രാം വരച്ചതിന് ശേഷം മാത്രമേ ഇത് എന്ത് ചെയ്യാനായിട്ട് പോകാവൂ, സോൾവ് ചെയ്യാനായിട്ട് പോകാവൂ. അപ്പോൾ നോട്ട് ഡയഗ്രാം വരച്ചിട്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു, ഒരു സ്പാൻ ലെന്ത് ഞാൻ വരച്ചു. ഈ സ്പാൻ ലെന്ത് വരച്ചതിന് ശേഷം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് A എന്ന് പറയുന്ന പോയിന്റും ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ B എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഈ സ്പാൻ ലെന്തിൽ മുകളിലേക്ക് ഇപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണ് ഇറങ്ങിയത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഇത് മുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്ത് മാർക്ക് ചെയ്തത്, നമ്മുടെ ഡിഫ്ലക്ഷൻ മാർക്ക് ചെയ്യുന്നെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, താഴേക്ക് ആംഗുലർ ഡിഫ്ലക്ഷൻ മാർക്ക് ചെയ്യുക. ഇത് രണ്ടും കൂടെ ഉള്ള ഈ ഒരു സാധനമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് നോഡ് ഡയഗ്രാം. ഇവിടെ ആയിരിക്കും നമ്മുടെ നോഡ് കിട്ടുന്ന ഒരു സിംഗിൾ നോഡ് സിസ്റ്റമാണ്. അപ്പോൾ ഈ സിംഗിൾ നോഡ് സിസ്റ്റത്തിൽ നോഡിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് LA ആയിട്ടും നോഡിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ എന്തുമായിട്ട് എടുത്തു, LB ആയിട്ട് എടുത്തു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് LB ആണ്, ഈ ഡിസ്റ്റൻസ് LA ആണ്. സോ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ടു റോട്ടറിൽ നമ്മൾ ചെയ്യുന്നത് LA പ്ലസ് LB ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്നുണ്ട് L ആണെന്നുണ്ട്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ അതാണ്. അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ IA LA ഈസ് ഈക്വൽ ടു നമുക്ക് എന്തുണ്ട് IB LB എന്നുണ്ട്. ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. നിങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ, ഈ ക്വസ്റ്റ്യൻ ഏതാ? ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യനാണ്. ആലോചിക്കേ, പറഞ്ഞ മനസ്സിലായ? ഇതല്ലേ ലെന്ത്, ഡയമീറ്റർ എത്ര 95, LA LB. എങ്ങനെയുണ്ട് മാജിക്? ഈ ഒരു സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് പഠിക്കുന്നതെല്ലാം ഇങ്ങനെയാണ്. ദർ വിൽ ബി ഡിഫറൻസസ് ഇൻ എന്തുവാണ് each questions, there will be differences, but first of all you have to identify what is the difference from the previously എന്താണ് studied questions. ആ മുമ്പ് പഠിച്ച ക്വസ്റ്റ്യൻസ് എന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി പിന്നെ അഡീഷൻസ് പഠിക്കുക. ഇതുവരെ എത്തിയാൽ ബാക്കിയെല്ലാം സിമിലർ ആണ്.
വ്യത്യാസമൊന്നുമില്ല, വാല്യൂവും സെയിം തന്നെ കിട്ടും. കാര്യം ഇത് രണ്ടും സെയിം വാല്യൂസ് ആണ്. ഡിഫറൻറ്റ് വാല്യൂ ഇട്ടാൽ നിങ്ങൾക്ക് ചിലപ്പം റിലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ സെയിം വാല്യൂസ് തന്നെ ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു ബുദ്ധിപരമായ ഒരു ഇതായിരുന്നു. എത്രത്തോളം നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആവും എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. ഈ ഒരു സാധനത്തിൽ കുറച്ച് തള്ളാണെങ്കിലും ഈ ഒരു സാധനത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ ബാക്കി ചെയ്ത് എന്താണോ അത് റിപ്പീറ്റ് ചെയ്താൽ പോരേ. ഇവിടെ LA+LB നമുക്ക് അവിടെ ചെയ്യുന്ന വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ അങ്ങ് പറയാം. LA+LB എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? L കിട്ടണം. ടോട്ടൽ എത്ര? 10 പോയിൻറ്റ്. അപ്പോൾ LA+LB എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? LA+LB വിച്ച് ഈസ് ഈക്വൽ ടു 10.258. ക്വസ്റ്റ്യൻ നമ്പർ 1. രണ്ടാമത്തേൽ LA ഈസ് ഈക്വൽ ടു IB/IA ഇൻറ്റു LB. IB എന്ന് പറയുന്നത് എത്രയാണ്? IB എന്ന് പറഞ്ഞാൽ IB ഈസ് ഈക്വൽ ടു 181.5 ഡിവൈഡഡ് ബൈ 578 ഇൻറ്റു LB. ഓക്കെ, അപ്പം ഇക്വേഷൻ നമ്പർ 2. ഈ കിട്ടുന്ന LA ഇതെടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? LB കിട്ടും. ഞാൻ വീണ്ടും പറയുന്നില്ല, നമ്മൾ ഇതേ സാധനമാണ് ഇവിടെ ചെയ്തത്. നമുക്ക് എന്ത് കിട്ടി? LB ഈസ് ഈക്വൽ ടു 7.806 മീറ്റർ എന്ന് കിട്ടി. LB കിട്ടിക്കഴിഞ്ഞാൽ LA ഈസ് ഈക്വൽ ടു ഇത്ര LB എന്നല്ലേ, അപ്പോൾ അവിടെ നമുക്ക് LAയും കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെയാണ്, 2.45 മീറ്റർ എന്ന് കിട്ടും. സോ വി ഹാവ് LA ആൻഡ് LB, ദെൻ വി ക്യാൻ സിംപ്ലി ഫൈൻഡ് FNA ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു FNB കണ്ടുപിടിച്ച് നോക്കി നിങ്ങൾ. ഇപ്പോൾ സെയിം ആൻസർ കിട്ടുമെന്ന് അറിയാമല്ലോ. 1/2π ഇൻറ്റു CJ/IB/LB. ഈ സെയിം ആൻസർ തന്നെ കിട്ടും. IB/LB വെച്ചിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന FNAയുടെ ആൻസർ 3 എത്രയാണ്? 3 പോയിൻറ്റ് സംതിങ് തന്നെ, 3.38 ഹെഡ്സ് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഫൈൻ.